അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. അഹങ്കാരാങ്കുരസ്യാഗ്രേ തഥാ പുണ്യം ന തിഷ്ഠതി. പ്രഹ്ലാദോപി മഹാഭാഗാ ഹരിണാ സമയുധ്യതാം. തദാ വ്യർത്ഥം കൃതം സർവം സുകൃതം കില ഭൂതലേ. നരനാരായണൗ ശാന്തൗ വിഹായ പരമം തപാ. കൃതവന്തൗ യദാ യുദ്ധം ക്വശമ സ്വകൃതം പുനാ. ഈദൃഗ്ഭ്യാം സത്വയുക്താഭ്യാമജേയാ യദ്യഹംകൃതി. മാദൃശാനാം ചകാ വാർത്താ മുനേഹങ്കാര സംക്ഷയേ. അഹങ്കാര പരിത്യക്ത കോപ്യസ്തി ഭുവനത്രയേ. ന ഭൂതോ ഭവിതാ നൈവ യസ്ത്യക്തസ്തേന സർവധാ. മുച്യത്തെ ലോഹനിഗടൈർബദ്ധ കാഷ്ഠമയൈസ്തഥാ. അഹങ്കാരനിബദ്ധസ്തു ന കദാചിദ് വിമുച്യത്തെ. അഹങ്കാരാവൃതം സർവം ജഗൽ സ്ഥാവരജംഗമം. ഭ്രമത്യേവ ഹി സംസാരേ വിഷ്ടാമൂത്രപ്രദൂഷിതേ. ബ്രഹ്മജ്ഞാനം കുതസ്താവൽ സംസാരേ മോഹസംവൃതേ. മതം മീമാംസകാനാം വൈ സമ്മതം ഭാതി സുവ്രത.
മഹാന്തോപി സദാ യുക്ത കാമക്രോധാദിഭിർമുനേ മാദൃശാനാം കലാവസ്മിൻ കാ കഥാ മുനിസത്തമാ. വ്യാസ ഉവാച കാര്യം വൈ കാരണാത് ഭിന്നം കഥം ഭവതി ഭാരത. കടകം കുണ്ഡലം ചൈവ സുവർണസദൃശം ഭവേൽ അഹങ്കാരോദ്ഭവം സർവം ബ്രഹ്മാണ്ഡം സചരാചരം പടസ്തന്തുവശ പ്രോക്തസ്തദ്വിയുക്ത കഥം ഭവേൽ. മായാഗുണൈസ്ത്രിഭിः സർവം രചിതം സ്ഥിരജംഗമം സതൃണസ്തംഭപര്യന്തം കാ തത്ര പരിദേവന. ബ്രഹ്മാ വിഷ്ണുസ്തഥാ രുദ്രസ്തേ ചാഹങ്കാരമോഹിത ഭ്രമന്ത്യസ്മിൻ മഹാഗാധേ സംസാരേ നൃപസത്തമ. വസിഷ്ഠനാരദാദ്യാശ്ച മുനയോ ജ്ഞാനിനഃ പരം തേഭിഭൂതാ സംസരന്തി സംസാരേസ്മിൻ പുനഃ പുനഃ. ന കോപ്യസ്തി നൃപശ്രേഷ്ഠ ത്രിഷു ലോകേഷു ദേഹഭൃൽ ഏഭിർമായാ ഗുണൈർമുക്ത ശാന്ത ആത്മസുഖേ സ്ഥിത. കാമക്രോധൗ തഥാ ലോഭോ മോഹോഹങ്കാരസംഭവ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷ ഭാഷാഗാനമായി ഇപ്പോൾ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അഹങ്കാര പൊടുപ്പിനു മുന്നിൽ പുണ്യം നിൽക്കുകയില്ല. പ്രഹ്ലാദനും ഹരിയോടു യുദ്ധം ചെയ്തുവോ? അങ്ങിനെയെങ്കിലോ സുകൃത കർമ്മങ്ങൾ വ്യർത്ഥമല്ലേ? നരനാരായണന്മാരും തപസ്സു വിട്ട് യുദ്ധം ചെയ്തു ശമമോ പോയി. ഇന്നയല്ലേ സുകൃതവും സാത്വികർക്കും അഹങ്കാരം ജയിക്കാനാകാ. എങ്കിൽ എന്നെ പോലുള്ളവർ തൻ്റെ കഥ എന്തായിടും? ഭൂവുലകിൽ അഹങ്കാരമില്ലാത്തോരുണ്ടോ? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അഹങ്കാരമുപേക്ഷിച്ച ആരും തന്നെയുണ്ടായില്ല. ഇനിയുള്ള കാലം ഉണ്ടാവുകയുമില്ല. ഇരുമ്പിനാൽ അതല്ലെങ്കിൽ മരം കൊണ്ടു നിർമ്മിച്ചതാം ചങ്ങലയിൽ നിന്നൊരാൾക്കു മുക്തനായിടാം. അഹങ്കാര ചങ്ങലയിൽ ബദ്ധനായിടുന്നയാൾക്കു മോചനമില്ല ജഗത്തോ ഇതിനാൽ ബദ്ധം. മലമൂത്രമലിനമാം സംസാരത്തിൽ കറങ്ങുമ്പോൾ സംസാരിക്കൂ ബ്രഹ്മജ്ഞാനം നേടാനാകുമോ? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മീമാംസകർ തൻ്റെ മതം ശരിയെന്നു തോന്നിയിടുന്നു.
മഹാത്മാക്കൾ പോലും കാമക്രോധ മോഹിത. കലികാലി ഞങ്ങളെപ്പോലുള്ളവർ തൻ ഗതിയെന്ത്? വ്യാസൻ പറഞ്ഞു, കാരണത്തിൽ നിന്നു കാര്യം ഭിന്നമാകുമോ? കാപ്പും തോടയാദികളും സ്വർണം തന്നെയതുപോലെ അഹങ്കാരജമാം ലോകം അങ്ങിനെ തന്നെ. നൂലിൽ നിന്നു വസ്ത്രം, നൂലു ഇല്ലാതെ വസ്ത്രവുമുണ്ടോ? ത്രിഗുണത്താൽ നിർമ്മിതം സ്ഥാവര ജംഗമം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പുൽക്കൊടി മുതൽ പർവ്വതം വരെ സർവം മായാഗുണം. ത്രിമൂർത്തികൾ പോലും അഹങ്കാര മോഹിത. അവരെല്ലാം അഗാധമാം സംസാരത്തിൽ ഉഴലുന്നു. അതുപോലെ വസിഷ്ഠ നാരദാദികളും സംസാരത്തിൽ മോഹിതരായി കഴിയുന്നു. മഹാരാജൻ മൂവുലകിൽ ജനിച്ചതാം ആരുമേയില്ല. മുക്തനായി ശാന്തനായി ആത്മാരാമനായി കാമക്രോധ ലോഭാദിയിൽ നിന്നും മുക്തനുമായി. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 346 ദിവസം. ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തതും അതേപോലെ തന്നെ ഭാഷാഗാനമായി പാടി സമർപ്പിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ആ തപസ് ഏത് തരത്തിൽ നോക്കിയാലും അത് വ്യർത്ഥമാണ് എന്നാണ്. ഇപ്പോൾ ഇവിടെ അഹങ്കാരാങ്കുരസ്യാഗ്രേ, അഹങ്കാരപ്പൊടിപ്പ്, ആ അങ്കുരം ഉണ്ടായിക്കഴിഞ്ഞാൽ തഥാ പുണ്യം ന തിഷ്ഠതി, ആ അഹങ്കാരപ്പൊടിപ്പിൻ്റെ മുമ്പിൽ അഗ്രേ പുണ്യം നിൽക്കില്ല എന്നാണ്. പുണ്യം പോവും, അഹങ്കാരം വന്നാൽ പുണ്യം ഇല്ലാതെയാവും. പ്രഹ്ലാദൻ പോലും, പ്രഹ്ലാദോപി മഹാഭാഗ,
ഹരിണാസമയുധ്യത. മഹാഭാഗനായിരിക്കുന്ന ഭക്തോത്തമനായിരിക്കുന്ന പ്രഹ്ലാദൻ പോലും ഹരിയോട് യുദ്ധം ചെയ്തു എന്നോ വിശ്വസിക്കാൻ പറ്റണില്ല എന്നാണ്. തഥാ വ്യർത്ഥം കൃതം സർവം സുകൃതം കില ഭൂതലേ. അങ്ങനെയാണെങ്കിൽ ഗുരുനാഥ, ലോകത്തിൽ ചെയ്യുന്ന സകല സുകൃതകർമ്മങ്ങളും വ്യർത്ഥമല്ലേ? നരനാരായണന്മാരോ? നരനാരായണവും ശാന്തവും വിഹായ പരമം തപ. ശാന്തചിത്തരായിരിക്കുന്ന നരനാരായണന്മാർ അത്യുത്തമമായിരിക്കുന്ന പരമം തപ വിഹായ, അത് ഉപേക്ഷിച്ചിട്ട് കൃതവന്തോ യഥായുദ്ധം ക്വ ശമ സുകൃതം പുന. യുദ്ധം ചെയ്തപ്പോൾ അവിടെ ശമമില്ലാതെയായില്ലേ? അപ്പോൾ പിന്നെ സുകൃതം ഉണ്ടാവുമോ? ഇത്രത്തോളം ഈദൃഭ്യാം സത്വയുക്താഭ്യാം അജേയ യദ്യഹംകൃതി. അപ്പോൾ പ്രകൃതികളായിരിക്കുന്ന നരനാരായണന്മാർക്ക് പോലും അഹങ്കാരത്തെ ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അഹങ്കാരമില്ലാതാവുന്ന കാര്യത്തിൽ മാതൃശാനാം ച കാ വാർത്ത. എന്നെപ്പോലുള്ള ആളുകളുടെ കഥ എന്തായിരിക്കും? മുനേ അഹങ്കാര സംക്ഷയേ മാതൃശാനാം ച കാ വാർത്ത. അഹങ്കാര പരിത്യക്ത കോപ്യസ്തി ഭുവനത്രയേ. 3 ലോകത്തിലും അഹങ്കാരമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം. കാരണം ഇത്രയും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകൾ, പ്രഹ്ലാദൻ എന്ന മഹാഭക്തൻ, മഹാതപസ്വികളായിരിക്കുന്ന നരനാരായണന്മാർ, അവർ തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് വന്നാൽ അവരിൽ അഹങ്കാരം ഉണ്ടായി എന്നാണ്. അപ്പോൾ അഹങ്കാരം ഉപേക്ഷിച്ച ഒരുവനും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ന ഭൂതോ ഭവിതാ നൈവ, ഇനി ഉണ്ടാവില്ല. നൈവ യസ്ത്യക്തസ്തേന സർവധ മുച്യത്തെ ലോഹനികടൈർ ബദ്ധ കാഷ്ഠമയൈസ്തഥാ. ഇരുമ്പ് കൊണ്ട് അല്ലെങ്കിൽ കാഷ്ഠമയെ തടി കൊണ്ട് ഉണ്ടാക്കിയ ആ നികടൈർ ചങ്ങല, ആ ചങ്ങലയിൽ നിന്ന് ഒരുവന് വേണമെങ്കിൽ മുച്യത്തെ മുക്തനാവാൻ സാധിക്കും. പക്ഷേ അഹങ്കാര നിബദ്ധസ്തു ന കഥാചിൽ വിമുച്യത്തെ. അഹങ്കാരമാകുന്ന ചങ്ങലയിൽ അതിൽ പെട്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് ഒരിക്കലും മോചനമില്ല. അഹങ്കാരാവൃതം സർവം ജഗൽ സ്ഥാവരജംഗമം. ഈ ചരാചരാത്മകമായിരിക്കുന്ന ജഗത്ത് മുഴുവൻ അഹങ്കാരബദ്ധമാണ്. ഉറപ്പിക്കുകയാണ് അവിടെ ജനമേജയൻ. ഭ്രമത്യേവ ഹി സംസാരേ വിഷ്ടാമൂത്ര പ്രദൂഷിത്തെ. മലമൂത്ര മലീമസമായിരിക്കുന്ന വിഷ്ടാമൂത്ര പ്രദൂഷിത്തെ ഈ സംസാരത്തിൽപ്പെട്ട് ഭ്രമത്യേവഹി, നമ്മളിങ്ങനെ ചുറ്റിത്തിരികയാണ് ഓരോരുത്തരും. ആ നിലയ്ക്ക് ബ്രഹ്മജ്ഞാനം കുതസ്ഥാവൽ സംസാരേ മോഹസംവൃതെ. ഈ മോഹാവൃതമായിരിക്കുന്ന ഈ സംസാരത്തിൽപ്പെട്ട ആൾക്ക് എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം ലഭിക്കുക? അതാണ് എൻ്റെ സംശയം. മതം മീമാംസകാനാം വൈ സമ്മതം ഭാതി സുവ്രതം. അതുകൊണ്ട് ഹേ വ്രതനിഷ്ഠനായിരിക്കുന്ന സുവ്രതനായിരിക്കുന്ന മഹർഷേ, മീമാംസകരുടെ അഭിപ്രായമാണ് ശരിയെന്ന് തോന്നുന്നു. എന്താ മീമാംസകാർ പറയണത്? മീമാംസകന്മാർ പറയണത് കർമ്മം ചെയ്യലാണ് പ്രധാനം. എല്ലാവരും ചെയ്യേണ്ടത് അത് തന്നെയാണ്. അല്ലാതെ ബ്രഹ്മജ്ഞാനം നേടാനൊന്നും സാധിക്കില്ല എന്നാണ്. മഹാത്മാക്കൾക്ക് പോലും സദാ കാമക്രോധാദി വികാരങ്ങളുണ്ട്. മാതൃശാനാം കലാവസ്മിൻ കാ കഥാ മുനിസത്തമ. അപ്പോൾ ഹേ മുനിശ്രേഷ്ഠ, ഈ കലികാലത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ കഥ എന്തായിരിക്കും? ഇപ്പോൾ നോക്കൂ, മഹാത്മാക്കൾക്ക് പോലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ? വ്യാസൻ പറയാണ്, കാര്യം വൈ കാരണാൽ ഭിന്നം കഥം ഭവതി ഭാരത. ഹേ ഭാരത, ഭരതകുലത്തിൽ ജനിച്ചവനെ, കാരണത്തിൽ നിന്ന് കാര്യം ഭിന്നമായിരിക്കുന്നത് എങ്ങനെയാണെന്ന്. കാരണം അങ്ങനെയാണ്. കടകം കുണ്ടലം ചെയ്വ സുവർണ സദൃശം ഭവേൽ. കടകവും കുണ്ടലവും, കാപ്പും തോടയും 2 തരം ആഭരണങ്ങളാണ്. ഒന്ന് കയ്യിലണിയുന്നതാണ്, മറ്റൊന്ന് കാതിലണിയുന്നതാണ്. പക്ഷേ രണ്ടിലും ഉള്ളത് എന്താണ്? സ്വർണ്ണാണ്. അതേപോലെ അഹങ്കാരോദ്ഭവം സർവം ബ്രഹ്മാണ്ടം ചരാചരം. ചരാചരാത്മകമായിരിക്കുന്ന ചരവും അചരവുമായിരിക്കുന്ന ബ്രഹ്മാണ്ടം അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് അഹങ്കാരരഹിതമായി ഒന്നും ലോകത്തിലില്ല. പടസ്തന്തുവശപ്രോക്ത തദ്വിയുക്ത കഥം ഭവേൽ മായാഗുണൈ സ്ത്രീഭി സർവം രചിതം സ്ഥിരജംഗമം. നൂലിൽ നിന്നാണ് വസ്ത്രം ഉണ്ടാവുന്നത്, അല്ലേ? നൂലില്ലാതെ വസ്ത്രം ഉണ്ടാവൂ?
വസ്ത്രത്തിന് നിലനിൽപ്പുണ്ടോ? ഇപ്പം സ്ഥാവരജംഗമമായിരിക്കുന്ന എല്ലാം മായാഗുണങ്ങളായിരിക്കുന്ന സത്വരജസ് തമോ ഗുണങ്ങൾ കൊണ്ട് രചിക്കപ്പെട്ടവതാണ്, ഉണ്ടാക്കിയതാണ്. അപ്പോൾ സതൃണസ്തംഭ പര്യന്തം, തൃണം മുതൽ സ്തംഭം വരെ എന്ന് വെച്ചാൽ പുൽക്കൊടി മുതൽ പർവ്വതം വരെ, കാ തത്ര പരിദേവന, എല്ലാം മായാഗുണവിരചിതമാണ് എന്നിരിക്കെ അതിലെന്താണ് പരിദേവനത്തിന്, ദുഃഖത്തിന് കാരണം? ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും എന്ന് വേണ്ട എല്ലാവരും അഹങ്കാരമോഹിതരാണ്. ബ്രഹ്മാ വിഷ്ണു തഥാ രുദ്രസ്തേ ചാഹങ്കാരമോഹിത ഭ്രമന്ത്യസ്മിൻ മഹാഗാധേ സംസാരേ നൃപസത്തമ വസിഷ്ഠനാരദാദ്യാശ്ച മുനയോ ജ്ഞാനിന പരം. ഇപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ മാത്രമല്ല, അവരൊക്കെ അഗാധമായ സംസാരത്തിൽ വീണ് ഉഴലുന്നവരാണ്. ഇനി വസിഷ്ഠൻ നാരദൻ തുടങ്ങിയ വലിയ ജ്ഞാനികളായിരിക്കുന്ന മുനിമാർ പോലും കോഭിഭൂതാ സംസരന്തി സംസാരേസ്മിൻ പുനഃപുന, വീണ്ടും വീണ്ടും ഈ സംസാരബന്ധത്തിൽപ്പെട്ട് മോഹിച്ചു കഴിയണു. രാജാവേ, ന കോപ്യസ്തി നൃപശ്രേഷ്ഠ തൃഷു ലോകേഷു ദേഹഭൃ, 3 ലോകത്തിലും ശരീരമെടുത്ത ഒരാൾ പോലും അഹങ്കാരത്തിൽ നിന്ന് രക്ഷ നേടിയിട്ടുണ്ടാവില്ല. ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല. എന്ത് പറയുകയാണ്? ഏഭിർ മായാഗുണൈർ മുക്ത ശാന്ത ആത്മസുഖേ സ്ഥിത കാമക്രോധൗ തഥാ ലോഭോ മോഹോഹങ്കാര സംഭവം. മുക്തനാവില്ല. എവിടുന്ന്? ഈ മായാഗുണങ്ങളിൽ നിന്ന് മുക്തനാവില്ല, ശാന്തനാവില്ല, ആത്മാരാമനുമായിട്ടും ആരും ഉണ്ടാവില്ല. കാമക്രോധങ്ങൾ, അതേപോലെ തഥാ ലോഭോ, അതേപോലെ ലോഭവും മോഹവും എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? അതൊക്കെ തന്നെ അഹങ്കാരത്തിൽ നിന്ന്, അഹങ്കാര സംഭവ, അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് എല്ലാവർക്കും അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരമില്ലാത്ത ആരും ഉണ്ടാവില്ല. അഹങ്കാരമാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങിയത്. ആ അഹങ്കാരത്തെ ജയിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.